ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാഞ്ഞാൽ പഞ്ചായത്തിൽ വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികൾ സ്വന്തം പാർട്ടിക്ക് സൗജന്യമായി നൽകി LDF ഭരണസമിതി ലക്ഷങ്ങളുടെ തനത് വരുമാന ചോർച്ച വരുത്തുന്നതായി ആക്ഷേപം. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ കോടികൾ വിലമതിക്കുന്ന പൊതുമുതൽ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് സൗജന്യമായി വിട്ടു നൽകി ലക്ഷങ്ങളുടെ വരുമാന ചോർച്ച വരുത്തുന്ന LDF ഭരണസമിതിയുടെ നടപടിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചിലവഴിച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രമാണ് നിലവിലെ ഭരണസമിതി സ്വന്തം പാർട്ടിക്കാർക്ക് രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ സൗജന്യമായി നൽകിയിരിക്കുന്നത്. ഒരു രൂപ പോലും വാടക ഈടാക്കാതെ വർഷങ്ങളായി ഇവിടെ വ്യാപാരം നടക്കാൻ ഭരണകൂടം കൂട്ടുനിൽക്കുമ്പോൾ പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയൊരു തുക തനത് ഫണ്ടാണ് നഷ്ടമാകുന്നത്. മുൻപ് നടന്ന ഓഡിറ്റ് ഒബ്ജക്ഷനെ തുടർന്ന് 2021-2025 കാലയളവിലെ ഭരണസമിതി മുൻകൈയെടുത്ത് കരട് ബൈലോ ഭേദഗതി ചെയ്യുകയും സർക്കാർ അംഗീകാരത്തോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ചട്ടപ്രകാരം 3300 രൂപ മുതൽ 4600 രൂപ വരെ മുറികൾക്ക് ലേലത്തുക ഉറപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ നടപടികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിലെ LDF ഭരണസമിതി വൻ അഴിമതിക്ക് കളമൊരുക്കിയത്. ലേലത്തുകയായി പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയൊരു വരുമാനം നഷ്ടപ്പെടുത്തിയതിലൂടെ സംസ്ഥാന സർക്കാരിന് GST ഇനത്തിലും പഞ്ചായത്തിന് തനത് ഫണ്ടായും ലഭിക്കേണ്ട തുകയാണ് ഇല്ലാതായത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച മാധ്യമങ്ങളോട് ഇങ്ങനെയൊരു ബൈലോ പഞ്ചായത്തിലില്ലെന്ന വിചിത്രവാദമാണ് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് ഉയർത്തുന്നത്. അത് വാടക വാങ്ങണമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു ബൈലോ അവിടെ കാണാനില്ല. പഴയ പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു ബൈലോ അംഗീകരിച്ചതായിട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ അങ്ങനെ ഒരു ബൈലോ ഓഡിറ്റ് ഒബ്ജക്ഷൻ 2023 അന്ന് ചെയ്യായിരുന്നില്ലേ? ബൈലോ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്തിൽ അങ്ങനെ ഒരു ബൈലോന്റെ കോപ്പി പോലും ഇല്ല. ഇല്ലേ, ഞാൻ ബൈലൊക്കെ ഇവരോട് ചോദിച്ചതല്ലേ, ഇത് വായിച്ചു നോക്കാൻ. അങ്ങനെ ഒരു ബൈലെ കുറിച്ച് കുടുംബശ്രീക്കും അറിയില്ല, ഏകോമിഷനും അറിയില്ല, ആർക്കും അറിയില്ല. എന്നാൽ പ്രസിഡന്റ് തന്നെ പങ്കെടുത്ത യോഗത്തിന്റെ രേഖകൾ ഇതിനോടകം പുറത്തു വന്നത് ഭരണസമിതിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് തനത് വരുമാനം കൂട്ടാൻ സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ മറുപുറത്ത് പാർട്ടി താൽപര്യങ്ങൾക്കായി പൊതുമുതൽ ദുരുപയോഗം ചെയ്യുന്ന ഭരണസമിതിയുടെ നഗ്നമായ നിയമലംഘനത്തിനെതിരെ ജനരോഷം ശക്തമാണ്. താഴെ 3ഉം മുകളിൽ 1മായി 4 മുറികളുള്ള കെട്ടിടം ലേലത്തിലൂടെ വാടകയ്ക്കെടുക്കാൻ നാട്ടുകാരായ സാധാരണക്കാർ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ സ്വജന പക്ഷപാതം അരങ്ങേറുന്നത്. ഭരണസമിതി അഴിമതി അവസാനിപ്പിച്ച് അടിയന്തരമായി നിയമപരമായ ടെൻഡർ നടപടികളിലേക്ക് കടക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCV ന്യൂസ്, പാഞ്ഞാൾ.